അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഡ്രൈവിംഗ് ടെസ്റ്റിനെ കുറിച്ചാണ്. ഡ്രൈവിംഗ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ വെരി ഈസിയാണ്. നമ്മൾ വണ്ടിക്കകത്ത് കയറി ഡോർ അടച്ചു കഴിഞ്ഞാൽ നമ്മൾ പഠിപ്പിച്ച 14 കാര്യങ്ങൾ ചെയ്യുക. 14ാമത്തെ കാര്യം നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് വണ്ടി മുമ്പിലോട്ട് മൂവ് ചെയ്യും. ആ സമയത്ത് അറിയാലോ, ക്ലച്ചിനെ ഫസ്റ്റ് ലെവലിൽ നിർത്തിയാണ് എടുക്കേണ്ടത്. അത് കഴിഞ്ഞാൽ സ്പീഡ് വരുത്തി സെക്കൻഡ് ഗിയർ, വീണ്ടും സ്പീഡ് വരുത്തി തേർഡ് ഗിയർ. തേർഡ് ഗിയർ ആയി കഴിഞ്ഞാൽ ഫ്രണ്ട് ക്ലിയർ ആവുന്ന ആ ഒരു ഡിസ്റ്റൻസിൽ എത്തിക്കഴിയുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു ഏരിയ എത്തുമ്പോൾ 4ാമത്തെ ഗിയറിലോട്ട് മാറുക. അപ്പൊ നിങ്ങൾ 14 കാര്യം ചെയ്തു. സാറ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ അതിനകത്തുണ്ട്, ശ്രദ്ധിച്ചു. ഫോർവേഡ് ഗിയറുകൾ നിങ്ങൾ 4 ഗിയറുകൾ മാറി ഓടിച്ചു. അപ്പൊ അവിടെയും നിങ്ങൾ പെർഫെക്റ്റ് ആയി. അടുത്തത് വണ്ടിയുടെ സ്പീഡ് കുറയുന്നതനുസരിച്ച് ആ കുറയുന്ന വേഗതയ്ക്കനുസരിച്ചുള്ള കുറഞ്ഞ ഗിയറിലോട്ട് മാറ്റണം. ഗിയറിനെ ഡൗൺ ചെയ്യണം. അറിയാലോ, അപ്പൊ നിങ്ങൾ ഓടിച്ചുകൊണ്ടിരുന്ന റോഡിലൊരു ഇറക്കവും വളവും വന്നു. അപ്പൊ നിങ്ങൾ 4th ഗിയറിൽ നിന്ന് ബ്രേക്കും ക്ലച്ചും ചവിട്ടി തേർഡ് ഗിയർ ഇട്ടു. ആ തേർഡ് ഗിയർ ഇട്ടാണ് ആ വളവ് തിരിഞ്ഞത്. അത് കഴിഞ്ഞ് വീണ്ടും തേർഡ് ഗിയർ കഴിഞ്ഞ് ഫ്രണ്ട് ക്ലിയർ 4th ഗിയർ. അപ്പൊ നമ്മൾ ഫസ്റ്റിൽ തുടങ്ങിയാൽ 4th എത്തിയേ നിർത്താവും. അപ്പൊ ആ തേർഡിൽ നിന്ന് 4th മാറ്റുന്നത് ഫ്രണ്ട് റോഡിന്റെ ആ ഒരു ക്ലിയറൻസിനെ ആശ്രയിച്ചാണ്. ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ 4th മാറ്റാം. അപ്പോൾ ഫസ്റ്റ് ഇട്ട് വണ്ടി എടുത്ത് ഓരോ ഗിയറിനും ആവശ്യമായ സ്പീഡ് വരുത്തി ഫോർവേഡ് ഗിയറുകൾ കംപ്ലീറ്റ് മാറുക. അതാണ് ഒരു സെക്ഷൻ. സ്പീഡ് കുറയുന്നതനുസരിച്ച് അവിടെ നിന്ന് കുറഞ്ഞ ഗിയറുകളിലോട്ട് മാറ്റുക. മീഡിയം സ്പീഡ് ആയിരുന്നെങ്കിൽ തേർഡ്, നന്നായി കുറഞ്ഞു പോയിരുന്നെങ്കിൽ സെക്കൻഡ്, നിന്ന് പോയിരുന്നെങ്കിൽ ഫസ്റ്റ്, വീണ്ടും. അപ്പൊ എപ്പോഴും 4th ഒന്നിങ്ങനെ നിന്നുകൊണ്ടിരിക്കും. ചിലപ്പോൾ നല്ല റോഡാണെങ്കിൽ 4th, വീണ്ടും സ്പീഡ് കുറയുമ്പോൾ തേർഡ്, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സാർ സ്റ്റോപ്പ് എന്ന് പറയും. സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ഉടൻ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ. അപ്പൊ നമ്മൾ പറഞ്ഞത് സാറ് കേട്ടു എന്നർത്ഥം. എന്നിട്ട് നമ്മൾ റോഡിൽ വണ്ടിയെ ബ്രേക്ക് ചെയ്ത് സ്ലോ, റോഡിൽ തന്നെ ബ്രേക്ക് ചെയ്ത് സ്ലോ ചെയ്യണം. റോഡിൽ ബ്രേക്ക് ചെയ്ത് സ്ലോ ചെയ്തതിനു ശേഷം, വണ്ടി സ്ലോ ആയതിനു ശേഷം, വണ്ടി നിൽക്കുന്നതിന് മുമ്പ് ഓടി വന്ന ഫോഴ്സ് ഉപയോഗിച്ച് പാർക്കിംഗ്, ലെഫ്റ്റ്, റൈറ്റ്, റിട്ടേൺ. അത് നമുക്ക് 3 രീതിയിൽ വണ്ടിയെ റോഡിൽ നിർത്തേണ്ടി വരും. റോഡിന്റെ ടാർ റോഡിന്റെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് സ്പേസ് ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ടാർ റോഡിന്റെ എഡ്ജ് ചേർന്ന്, അതല്ല പകുതി ഉണ്ടെന്നുണ്ടെങ്കിൽ 2 ടയറുകൾ, ലെഫ്റ്റ് സൈഡിലെ 2 ടയറുകൾ റോഡിന് വെളിയിലും വലതുവശം, അതായത് റോഡിന്റെ പകുതി പുറത്തും പകുതി അകത്തുമായിട്ട് നിർത്തക്ക രീതിയിൽ. അറിയാലോ, അപ്പൊ ഇടതുവശത്തെ 2 ടയറുകളും റോഡിന്റെ വെളിയിലും, വലതുവശത്തെ 2 ടയറുകളും റോഡിൽ, ആ രീതി നിർത്തും. അതല്ല, നിങ്ങൾ നിർത്തുമ്പോൾ ഇടതുവശത്തെ റോഡ് കഴിഞ്ഞ് ഒരു വണ്ടി ഇറക്കി നിർത്താനുള്ള സ്പേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വണ്ടിയെ കംപ്ലീറ്റ് ഇറക്കിയാണ് നിർത്തേണ്ടത്. ഇപ്പോഴത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് സമയത്തെല്ലാം സാർ സ്റ്റോപ്പ് ചെയ്യാൻ പറയുമ്പോൾ കഴിയുന്നതും നിങ്ങൾ റോഡിന്റെ സൈഡ് കംപ്ലീറ്റ്, റോഡിൽ നിന്ന് പൂർണ്ണമായും ഇറക്കിയാണ് നിർത്തേണ്ടത്. അപ്പോഴങ്ങനെ നിങ്ങൾ വണ്ടിയെ കൊണ്ട് നിർത്തുമ്പോൾ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുന്നതോടൊപ്പം സ്റ്റോപ്പ് സിഗ്നലും കാണിക്കും. അതുപോലെ തന്നെ വണ്ടി എടുക്കുമ്പോൾ നമ്മൾ 14ാമത്തെ കാര്യം നമ്മൾ ചെയ്തു. വണ്ടി മൂവ് ചെയ്യാൻ സൈഡ് മിററിൽ നോക്കി, ബാക്കിൽ വണ്ടിയില്ല, നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ടാണ് എടുക്കുന്നത്. വണ്ടി മൂവ് ചെയ്യുമ്പോൾ നമ്മൾ ഏത് സിഗ്നലിലൂടെ കാണിക്കണം? റൈറ്റ്. അപ്പൊ ഇതുകൂടെ കാണിക്കും. ഇനി അതല്ല, വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സാറ് പറയും ഓക്കെ ലെഫ്റ്റ് സിഗ്നൽ കാണിക്കൂ എന്ന് പറയുമ്പോൾ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നതിന് അപ്പോൾ തന്നെ കൈവച്ച് ലെഫ്റ്റ് സിഗ്നൽ കാണിക്കും. 3 പ്രാവശ്യം ഫുള്ള് കറങ്ങും. അപ്പൊ വീണ്ടും സാറ് പറയും ഓവർടേക്കിംഗ് സിഗ്നൽ കാണിക്കും. അപ്പോൾ തന്നെ ആലോചിക്കാതെ നമ്മൾ മുട്ട് മടങ്ങാതെ ഇങ്ങനെ 3 പ്രാവശ്യം ഓവർടേക്കിംഗ് സിഗ്നൽ കാണിക്കും. വീണ്ടും സാർ സ്ലോ സിഗ്നൽ സ്ലോ. അപ്പൊ കഴിയുന്നതും ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ടെസ്റ്റിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ സിഗ്നലുകൾ കാണിച്ച് ഓടിക്കും. അപ്പൊ ഇത്രയും നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ടെസ്റ്റ് പാസ്സായതല്ല, ഒരു സെക്ഷൻ. ചില കുട്ടികൾക്ക് ടെസ്റ്റ് ഇവിടെ വെച്ചിട്ട് ചിലപ്പോൾ ഒതുക്കി നിർത്തിയ വണ്ടിയെ വീണ്ടും സാർ എടുക്കാൻ പറയും. അപ്പോഴും നിങ്ങൾ എല്ലാ ഗിയറിലായിട്ട് പോകുന്നതിന് മുമ്പ് കണ്ണാടിയിലൂടെ ബാക്കിലുണ്ടോ എന്ന് നോക്കി റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് ഹാൻഡ് സിഗ്നൽ കാണിച്ച് റോഡിന്റെ കുറുകെ കയറെടുക്കും. ഞാൻ പറഞ്ഞ് മനസ്സിലായ, റോഡിന്റെ കുറുകെ കയറെടുക്കും. ഉള്ള റോഡിൽ നിന്ന് വണ്ടി റൈറ്റിലോട്ട് തിരിച്ചു റോഡിൽ കയറി, ഫ്രണ്ട് ടയർ റോഡിൽ കയറി, ബാക്ക് ടയർ റോഡിൽ കയറുമ്പോൾ നമുക്ക് എങ്ങോട്ട് തിരിക്കാം? ലെഫ്റ്റ് തിരിച്ച് ബോഡിയെ ലെവൽ ചെയ്ത് സ്പീഡ് വരുത്തി സെക്കൻഡ്, സ്പീഡ് വരുത്തി തേർഡ്, സ്പീഡ് വരുത്തി ഫോർത്ത്. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കയറ്റം വരും. ആ കയറ്റം എത്തുമ്പോൾ സാറ് പറയും സ്റ്റോപ്പ്. സ്റ്റോപ്പ് പറഞ്ഞാൽ ഉടൻ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ നമ്മൾ ആ ഓടി വരുന്ന ഫോഴ്സ് ഉപയോഗിച്ച് വണ്ടിയെ ഒതുക്കി നിർത്തുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായി കയറ്റത്ത് നമ്മൾ നിർത്തിയെടുക്കാൻ പോകണം. ഉടനെ നമ്മൾ ബ്രേക്കും ക്ലച്ചും ചവിട്ടി ഏത് ഗിയർ ഇട്ടു? ഫസ്റ്റ് ഗിയർ ഇട്ടു. ഹാൻഡ് ബ്രേക്ക് ഒറ്റപ്പിടി. വലത്തേക്കാൽ എവിടെ വെച്ചു? ആക്സിലേറ്റർ കൊടുത്ത് കൺട്രോൾ ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഏതെന്ന് കാലെടുക്കണം? ക്ലച്ച്. സാധാരണ എടുക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ വേഗതയിൽ എടുക്കുമ്പോൾ വണ്ടി ഇങ്ങനെ കൊണ്ട് ഇരിക്കുന്നതായിട്ട് കാണും. അറിയാലോ, ആ തോന്നൽ വരുമ്പോൾ തന്നെ ഏത് റിട്ടേൺ ചെയ്യണം? ഹാൻഡ് ബ്രേക്ക്. അപ്പൊ വണ്ടി മുമ്പോട്ടും പുറകോട്ട് പോകാതെ അങ്ങനെ തന്നെ നിൽക്കും. എന്നിട്ട് അങ്ങനെ നിർത്തി ഇൻഡിക്കേറ്റർ ഇട്ട് ഹാൻഡ് സിഗ്നൽ കാണിച്ച്
ക്ലച്ചിൽ നിന്ന് സാവധാനം കാലെടുത്തിട്ട് സ്പീഡ് വരുത്തിയാണ് അടുത്ത ഗിയറിലോട്ട് മാറേണ്ടത്. കാരണം വണ്ടി കയറ്റത്താണ്. അപ്പൊ നമ്മൾ ഓടി വെച്ച് വന്ന ലെവൽ റോഡിൽ കൊടുക്കുന്ന ആക്സിലേറ്ററിന്റെ അളവ് വ്യത്യാസമാണ്. ഒരുപാട് വേണ്ട, സാധാരണഗതിയിൽ മതി. കയറ്റുവാണെങ്കിൽ നന്നായി കൊടുക്കണം. അവിടെ ക്ലച്ച് ചവിട്ടി അടുത്ത ഗിയർ ഇടുന്നത് വരെ വണ്ടി നിൽക്കാതിരിക്കാനുള്ള സ്പീഡ് നമുക്ക് മനസ്സിൽ തോന്നണം. നമുക്ക് ഐഡിയ വരണം. വീണ്ടും അത് കഴിഞ്ഞു ഫസ്റ്റ് ഗിയർ ഇട്ട് നമ്മൾ കൊണ്ടുപോയി സെക്കൻഡ് ഗിയർ ഇട്ട് തേർഡായി സാറ് പറഞ്ഞു മതി സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ ഉടൻ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ, വണ്ടി റോഡിന്റെ ഇടതുവശത്തേക്ക് എത്തുമ്പോഴത്തേക്ക് കഴിയും. ഇതാണ് ഡ്രൈവിംഗ് ടെസ്റ്റ്. ഇത് ഇതെല്ലാം ഡ്രൈവിംഗ് സ്കൂളിൽ പഠിപ്പിച്ച കാര്യങ്ങളാണ്. ഇതൊന്നും പഠിപ്പിക്കാത്ത കാര്യങ്ങളല്ല. ഇതിൽ ഏതെങ്കിലും പഠിപ്പിക്കാത്ത കാര്യമുണ്ടോ മിഥുൻ? ഇല്ലല്ലോ. പഠിക്കാത്ത കാര്യമുണ്ടോ സഹലക്ഷ്മി? എന്നാണ് മിഥുൻ ഡ്രൈവിംഗ് ടെസ്റ്റ്? ഏതാണ്? 19-ാം തീയതി. ഇന്നിപ്പോ ഡേറ്റ് എത്രയായി? ഇന്ന് ഡേറ്റ് 8. ഡേറ്റ് ഇനിയും ഉണ്ട്, ഇനി 11 ദിവസം. സഹലക്ഷ്മിക്കോ? 26-ആണ്. ഇനിയും ദിവസങ്ങൾ ഒരുപാടുണ്ട്. അപ്പൊ അത്രയും നേരത്തെ നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു കഴിയും. പക്ഷെ പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾ അതുപോലെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. ഇനി ഞാനിപ്പോ ഈ അയച്ച മെസ്സേജുകളിൽ, ഞാനിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്ത് ചോദിക്കണം. കാരണം നിങ്ങൾ ഡ്രൈവിംഗ് ടെസ്റ്റ് എങ്ങനെയാണ് എന്നുള്ള കേസാണ് ഇതിനകത്ത് പറഞ്ഞത്. ഇതിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നിങ്ങളെ സെപ്പറേറ്റ് ആയിട്ട് പഠിപ്പിച്ചതാണ്. കയറ്റത്ത് നിർത്തിയെടുക്കുന്നത്, വണ്ടിയെ ഒതുക്കി നിർത്തുന്നത്, ഗിയർ ചേഞ്ചിങ് എല്ലാം. ഓക്കെ.